أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 923 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിന്റെ പഠനം നമ്മൾ ഇന്നലെയാണ് ആരംഭിക്കുന്നത്. അതിന്റെ അവതരണ പശ്ചാത്തലവും അതിന്റെ ഉള്ളടക്കവും അതിന്റെ പേര് നൽകുന്ന സൂചനകളും ഒക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ഈ സൂറത്തിലെ ആദ്യ ആയത്തുകൾ വായിച്ചു തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധേയമായ, വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാമിക സമൂഹത്തിന് അവരുടെ നിത്യജീവിതത്തിൽ വളരെയേറെ ഇടപഴകേണ്ടി വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിലെ പ്രതിപാദ്യങ്ങള്, മുഖ്യമായിട്ട് അതിൽ വരുന്ന വിഷയങ്ങൾ ഒക്കെ നമ്മൾ ഇന്നലെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. വിശദമായി നമുക്ക് ഈ സൂറത്തിന്റെ പഠനം ആരംഭിക്കാം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെ ഒരായത്തോടു കൂടിയാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സകല സ്തുതി കീർത്തനങ്ങളും. അൽഹംദുലില്ലാ, ഹംദ് ഉടയവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനാണ് ഹംദ് അർഹിക്കുന്നത്, അവനാണ് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കേണ്ടത്. ആരാണ് അല്ലാഹു? അല്ലാഹുവിനെ വ്യതിരിക്തനാക്കി നിർത്തുന്നത് എന്താണ്? എന്ത് കാരണത്താലാണ് അല്ലാഹു സ്തുതി കീർത്തനങ്ങൾ അർഹിക്കുന്നത് എന്നത് പലയിടങ്ങളിലായിട്ട് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പറച്ചിലുകൾ എത്രത്തോളം
തെറ്റായതും അടിസ്ഥാനരഹിതമായതും ഒക്കെയാണ് എന്നത് നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയും. ഈസാ അലൈഹിസ്സലാം നമ്മളൊക്കെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രവാചകൻ തന്നെയാണെങ്കിലും അദ്ദേഹത്തെ ദൈവമായിട്ടോ ദൈവത്തിന്റെ പുത്രനായിട്ടോ നമ്മൾ കാണുന്നില്ല. അത് തെറ്റാണ്, ആ ധാരണ പെശകാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അള്ളാഹു എന്തുകൊണ്ട് ഹംദിന് ഉടമ ആയി അല്ലെങ്കിൽ ഹംദ് ഉടയവനായി എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹു സ്തുതികീർത്തനങ്ങൾക്ക് അർഹനാണ്. അവനാണ് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കേണ്ടത് എന്നത് ഖുർആൻ പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കുന്ന കാര്യമാണ്. ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത് മറ്റൊരു സംഗതിയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഹംദുടയവനാണ് എന്ന് പറയുന്നത്. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തന്റെ ദാസന് വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്ത അള്ളാഹു സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്ന, സർവസ്തുതിയും അർപ്പിക്കപ്പെടേണ്ടവനാണ് എന്നാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ ദാസന്, തന്റെ അടിമക്ക്, ഇവിടെ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഈ ഖുർആനെ തന്നെയാണ്. അപ്പൊ ഖുർആനിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹു സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നവനാണ്, അവനാണ് സകല സ്തുതിയും. എന്നിട്ട് ആ ഖുർആനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് തുടർന്ന് ആ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്. വലം യജ്അൽ ലഹു ഇവജ, അതില് യാതൊരു വക്രതയും അവന് വെച്ചിട്ടില്ല. ആശയപരമായ വക്രതയോ അല്ലെങ്കിൽ വഴിപിഴപ്പിക്കലോ അടങ്ങിയിട്ടുള്ളതല്ല ആ കിതാബ്. അങ്ങനെയുള്ളൊരു കിതാബാണ് തന്റെ ദാസന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മനുഷ്യന് മാർഗദർശനം നൽകുന്ന കാര്യം, മനുഷ്യനൊരു ദിശ കാണിച്ചു കൊടുക്കുന്ന കാര്യം നിർവഹിക്കുന്ന ഏതൊക്കെ തരം പുസ്തകങ്ങൾ ലോകത്ത് മനുഷ്യന്റെ മുന്നിലുണ്ടോ അവയൊക്കെ വിശുദ്ധ ഖുർആന്റെ മുന്നിൽ അതിനോട് ചേർത്ത് വെച്ചാൽ ബോധ്യപ്പെടുന്ന, വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. അതില് യാതൊരുവിധ വക്രതയും ഇല്ലാത്ത, ഏറ്റവും കൃത്യവും തെളിമയും സത്യാധിഷ്ഠിതവുമായിട്ടുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകുന്നത് ഖുർആനാണ് എന്നത്. മനുഷ്യന് ഇതേപോലെ ഖുർആൻ പോലെ തങ്ങളുടെ ജീവിതത്തിന് മാർഗദർശനം നൽകുന്നത് എന്ന വിധത്തില് സ്വീകരിച്ച് ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്ന വേറെ ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ പോലെയുള്ളത്. ഇതൊക്കെ തന്നെ മനുഷ്യന് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമായിട്ട് ജീവിതം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന, സാമൂഹ്യ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യന്റെ സാമ്പത്തിക ജീവിതം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുന്ന, മനുഷ്യരുടെ ഭൂമുഖത്തെ സാമൂഹ്യ ജീവിതക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല നിരീക്ഷണങ്ങളും നടത്തുന്ന, മനുഷ്യൻ ഇങ്ങനെയാണ് വേണ്ടത് എന്നത് പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ തന്നെ. അതൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യപ്പെടും, വക്രതയില്ലാത്ത, ഏറ്റവും കൃത്യമായ, ഏറ്റവും ശരിയായ, ഏറ്റവും സ്ട്രെയിറ്റ് ആയ, സത്യാധിഷ്ഠിതമായ, സത്യം ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ഖുർആൻ എന്നത്. ബാക്കിയുള്ളത് അനുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പലതും. ദൈവിക ഗ്രന്ഥങ്ങള് നേരത്തെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച് കൊടുത്തിട്ടുള്ളതില് അവശേഷിക്കുന്ന സത്യവും നശിപ്പിക്കപ്പെടാതെ അവശേഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാകാം.
മനുഷ്യരുടെ രചനകളായിട്ട് അറിയപ്പെടുന്ന പലതും പല താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടൊക്കെ രചിച്ചിട്ടുള്ളതും പ്രത്യേക താല്പര്യങ്ങള് റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടി രചിക്കപ്പെട്ടതും മനുഷ്യരെ ആ വിധത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ഉള്ളത് മാത്രമാണ്. അത് ഇവജുള്ളതാണ്, ചില അജണ്ടകൾ ഉള്ളതാണ്. അവയ്ക്ക് ചില ഹിഡൻ അജണ്ടകള് അത്തരം മാർഗദർശികളായിട്ട് നിലകൊള്ളുന്ന രചനകൾക്കും ഗ്രന്ഥങ്ങൾക്കും ഒക്കെ ഉള്ളതായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ചില പക്ഷം ചേരലുകളൊക്കെ അതിനുണ്ട്. ചില സംഗതികൾ മൂടിയിട്ടുകൊണ്ടും വേറെ ചില സംഗതികളെ ഉയർത്തി കാണിച്ചുകൊണ്ടും സത്യം മുഴുവനായി വെളിപ്പെടുത്താതെയും ഒക്കെയാണ് അത്തരം സംഗതികൾ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത് എന്നത് കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ വലം യജ്അൽ ലഹു ഇവജ എന്നാണ് അല്ലാഹു അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള വക്രതയും പിഴച്ച മാർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന വിധത്തിലുള്ള കുരുക്കുകളും ഇല്ലാത്ത കിതാബിന് തന്റെ ദാസന് അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതി. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യം. ഖയ്യിമൻ എന്നിട്ട് ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ആ കിതാബിനെ ഒന്ന് നിർണയിക്കുകയോ നിർവചിക്കുകയോ ഒക്കെയാണ്. ഖയ്യിമൻ, ഈ ഖയ്യിം എന്ന വാക്കിൽ നിന്നാണ് ഖാമ, ഇസ്തിഖാമത്ത്, മുസ്തഖീം തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ വരുന്നത്. ഖയ്യിം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഋജുവായ, അതുപോലെ ഏറ്റവും ശരിയായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത്, ഏറ്റവും സത്യാധിഷ്ഠിതമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്നതൊക്കെയാണ് അതിന്റെ സൂചന. ഖയ്യിം, ഖവ്വാം എന്നൊക്കെയുള്ള വാക്ക് വരുന്നത് ഇതിൽ നിന്നാണ്. ഈ ഖയ്യിമായ ഒരു സംഗതി കയ്യിലുള്ള, അതിനെ മുൻനിർത്തിക്കൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഖവ്വാമായി മാറുക. അപ്പൊ അയാൾക്ക് വ്യക്തമായ ആദർശ അടിത്തറയുണ്ടാകും, ഒരു ദിശാബോധം ഉണ്ടാകും, ഏറ്റവും ശരിയായത് കൈമുതലായിട്ടുള്ള ഒരാളുടെ ആത്മവിശ്വാസവും കൃത്യതയുള്ള നിലപാടും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഖുർആനെ കുറിച്ച് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അത് ഖയ്യിമാണ്. അതിൽ വക്രതയില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയ കാര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, അതിനുപകരിക്കുന്ന വൃത്താന്തങ്ങൾ പകർന്നു തരുന്ന വേദമാണ്. ഏറ്റവും തികവുള്ളതും ഏറ്റവും ഋജുവായതും ഏറ്റവും ശരിയായതും മുന്നോട്ട് വയ്ക്കുന്ന ഗ്രന്ഥം. എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഗ്രന്ഥം തന്റെ ദാസന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അതിന്റെ പേരിലാണല്ലോ നമ്മൾ ഇവിടെ ഈ ആയത്തില് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. തന്റെ ദാസന് ഏറ്റവും ഇവജില്ലാത്ത ഖയ്യിമായ കിതാബ് അവതരിപ്പിച്ചു കൊടുത്തവനായ അള്ളാഹുവിനാണ് സകല ഹംദും സകല സ്തുതിയും. ഇവിടെ അങ്ങനെയാണ് നമ്മൾ ഈ ആയത്തിൽ കാണുന്നത്. എന്തിന്റെ പേരിലാണ്, എന്തിനാണ് അത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, ഒരു കാര്യം താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വളരെ കഠിനമായ ഒരു ബഅസ്, ഒരു ശിക്ഷ മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മനുഷ്യന് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ്. ലിയുൻദിറ ബഅസൻ ശദീദൻ, കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ്. മിൻ ലദുൻഹു, അവന്റെ പക്കൽ നിന്ന്, അവന്റെ ഭാഗത്ത് നിന്ന് കഠിനമായ ഒരു ബഅസ് വരാനിരിക്കുന്നു. മനുഷ്യൻ അവന് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളും വിഭവങ്ങളും ദൈക്ഷണികമായ സാധ്യതകളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട്, അവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സത്യമാർഗത്തിൽ ശരിയായ ദിശയിൽ ശരിയായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നില്ലെങ്കിൽ വലിയ ഒരു അപകടം അവനെ കാത്തിരിക്കുന്നുണ്ട്. അവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒരു ബഅസുൻ ശദീദായിരിക്കും, ഒരു കഠിനമായ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവനായിരിക്കും മനുഷ്യൻ എന്ന കാര്യം മുൻകൂട്ടി മനുഷ്യരെ അറിയിക്കുന്നതിന് വേണ്ടി, അതിനെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യനെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ
ഗ്രന്ഥം തന്റെ അടിമക്ക്, തന്റെ ദാസന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. യുബശ്ശിറുൽ മുഅ്മിനീൻ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അത് നിർവഹിക്കുന്നുണ്ട്. രണ്ട് സംഗതികളാണ്. ഒന്ന് ഇൻസാറാണ്, ഒരു കഠിനമായ ബഅസ് വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള താക്കീതാണ്. രണ്ടാമത്തത് സന്തോഷ വാർത്ത അറിയിക്കലാണ്. വയുബശ്ശിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഈ കിതാബ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകത അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, കേവലം വിശ്വാസം മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഋജുവായ, ഏറ്റവും ശരിയായ, ഏറ്റവും സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന, സ്വാലിഹായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന വിശ്വാസമുള്ള ആളുകളുടെ കാര്യത്തിലാണ് ഈ സന്തോഷ വാർത്ത ഈ ഖുർആൻ മുഖേന അറിയിക്കപ്പെടുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഒന്ന്, കഠിനമായൊരു ശിക്ഷ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള താക്കീതാണ്. രണ്ടാമത്തത്, സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക കൂടി ഇതിന്റെ ലക്ഷ്യമാണ്. അന്നലഹും അജ്റൻ ഹസന, ആ സന്തോഷ വാർത്ത ഇങ്ങനെയാണ്: അവർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രതിഫലമുണ്ട്. മഖിസീന ഫീഹി അബദ, അവരതിൽ നിത്യമായും കഴിയാനുള്ളതാണ്. നിലച്ചു പോവുകയില്ലാത്ത, തീർന്നു പോവുകയില്ലാത്ത, എക്സോസ്റ്റ് ചെയ്തു എന്ന് സങ്കടപ്പെടേണ്ടി വരില്ലാത്ത ഒരു പ്രതിഫലം ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് അവരെ ഈ ഖുർആൻ മുഖേന അറിയിക്കുന്നത്. മഖിസീന ഫീഹി അബദ, എന്നെന്നും അവര് അതിൽ തങ്ങുന്നവരാണ്, അതിൽ വസിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സന്തോഷ വാർത്തയായിട്ട് നൽകപ്പെടുന്ന കാര്യം സ്വർഗലബ്ധിയാണ്. നേരത്തെ ശിക്ഷയായിട്ട് സൂചിപ്പിക്കപ്പെട്ട കാര്യം നരകശിക്ഷയുമാണ് എന്നത് വ്യക്തമാണ്. സത്യം എന്തെന്ന് തിരിച്ചറിയാതെ, ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാതെ, ശരിയായ കർമ്മങ്ങൾ ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നരകത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതും, സത്യം തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ട് ശരിയായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രതിഫലം, സ്വർഗീയ ജീവിതം ലഭിക്കുന്നവരായി മാറും എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതുമായ ഒരു ദൗത്യമാണ് ഈ ഖുർആൻ നിർവഹിക്കുന്നത്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അതോടൊപ്പം തന്നെ ഈ ഖുർആന് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് തന്റെ ദാസന് ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ വേദം. ആ മൂന്നാമത് പറയുന്ന കാര്യം ഈ സൂറത്തിന്റെ പൊതുവായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന 2-3 സുപ്രധാനമായ വിഷയങ്ങള് ഞാൻ ഇന്നലെ അതിന്റെ ആമുഖമായിട്ട് സംസാരിച്ചപ്പോ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആ 3 വിഷയങ്ങളും യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തില് കൂടുതൽ വ്യക്തതയും പ്രാധാന്യവും ഒക്കെ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ മൂന്നാമതായി പറയുന്ന സംഗതി. ഒരു താക്കീത് നൽകാനാണ്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് ഒരു താക്കീത് നൽകുക എന്നതുകൂടി ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യമാണ്. 3 വിഭാഗം ആളുകളാണ് അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു ഘട്ടത്തിൽ അവര് ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള
ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ അവർക്ക് വന്നു ചേരുകയുണ്ടായിട്ടുണ്ട്. അത് ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഈസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയ ആളുകൾ അവരുടെ വിശ്വാസപരമായ വൈകല്യം അവരിൽ കടന്നുകൂടിയ ഘട്ടത്തില് ഈസ അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനായിട്ട് മനുഷ്യരാശിയെ വിമോചിപ്പിക്കാൻ വേണ്ടി കുരിശിലേറിയ ദൈവപുത്രനായിട്ട് അവര് അമിതമായ സ്നേഹം കാണിച്ചുകൊണ്ട് അതിനെ പൊലിപ്പിച്ച് പറഞ്ഞ ഘട്ടത്തില് അങ്ങനെ ഒരു വാദവുമായിട്ട് അവർ രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ ലോകം ഇന്നും ആ ഒരു വിശ്വാസം യേശു ദൈവപുത്രൻ എന്നുള്ള ഒരു ആശയം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതിനെക്കുറിച്ച് ഖുർആൻ വ്യക്തമായ ഒരു നിലപാട് ഈ ഇതിനെ തുടർന്നുള്ള ആയത്തില് വ്യക്തമാക്കുന്നുണ്ട്. വയുന്ദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. ഇതേപോലെ തന്നെ മക്ക മുശ്രിക്കുകളും ചില വിഗ്രഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രനാണ്, അതുപോലെ ദൈവത്തിന് പുത്രിമാരുണ്ട്, മാലാഖമാർ അവരുടെ ദൈവത്തിന്റെ പുത്രിമാരാണ് എന്നൊക്കെയുള്ള വർത്താനത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ ഈ വിധത്തിലുള്ള സംസാരം അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ടുള്ള അവനൊരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ മൗഢ്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഖുർആൻ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വയുന്ദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. യുന്ദിറ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകാൻ. നേരത്തെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഖയ്യിമൻ ലിയുന്ദിറ ബഅസൻ എന്ന് പറഞ്ഞല്ലോ. ബഅസുൻ ശദീദിനെ കുറിച്ച് താക്കീത് നൽകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും സത്യം ഉദ്ഘോഷിക്കുന്ന, ഏറ്റവും ശരിയായ കാര്യം മുന്നോട്ട് വെക്കുന്ന ഈ കിതാബ് തന്റെ ദാസനെ അവതരിപ്പിച്ചു കൊടുത്ത കാര്യമാണ് മുകളിൽ പറഞ്ഞത്. ഇവിടെ വേറൊരു ഇൻദാറിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കുള്ള താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം. അങ്ങനെയുള്ള ഒരു ഏർപ്പാട്, ഒരു പുത്രനെ സ്വീകരിക്കുക എന്നൊരു ഏർപ്പാട് അള്ളാഹുവിനില്ല. അള്ളാഹു ഒരു പുത്രന്റെ പിതാവാണ് എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന് ഒരു ദത്തുപുത്രനുണ്ട് എന്നോ ഉള്ള നിലക്ക് അള്ളാഹുവിനെ ഈ നിലക്ക് പരാമർശിച്ചുകൊണ്ട് പറയുന്നത് ദൈവനിന്ദയാണ്, കടുത്ത അക്രമമാണ് എന്നാണ് ഖുർആൻ പലയിടത്തുമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആകാശം ഉതിർന്നു വീഴാൻ കാരണമാവുന്ന ഒരു പച്ചക്കള്ളമാണത് എന്ന് ഒരിടത്ത് ഖുർആൻ പറയുന്ന കാണാം. ആകാശം ഉതിർന്നു വീഴാൻ കാരണമാവുന്ന വിധത്തിലുള്ള എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതായ ഒരു വർത്തമാനമാണ് അള്ളാഹുവിന് ഒരു പുത്രനുണ്ട് എന്ന് പറയുന്നത്. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ വിധത്തിൽ കടുപ്പമേറിയ ഈ പ്രാപഞ്ചിക സംവിധാനത്തെ തന്നെ തകർത്തു കളയുന്ന ഒരു നിലപാടും സംസാരവും ഒക്കെയാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള താക്കീത് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് വയുന്ദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് മാ ലഹും ബിഹി മിൻ ഇൽമിൻ. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു അറിവുമില്ല. ഒരു ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരിത് പറയുന്നത്. അവർ കേവലമായ അവരുടെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജ്ഞാനാടിസ്ഥാനത്തില്, അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. കാരണം അള്ളാഹു വ്യക്തമാക്കുന്നത് മാ ലഹും ബിഹി മിൻ ഇൽമിൻ. അവർക്ക് ഇക്കാര്യത്തില് യാതൊരു ജ്ഞാനവുമില്ല. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചോ, അത് അള്ളാഹുവിന്റെ ഒരു ബയോളജിക്കലായിട്ട് ഉണ്ടായ ഒരു സന്താനമാണോ, ദത്തായിട്ട് സ്വീകരിച്ച ഒരു പുത്രനാണോ തുടങ്ങിയ കാര്യങ്ങള് പല സങ്കീർണതകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും അവർക്കൊരു ജ്ഞാനവുമില്ല, ഒരു ധാരണയുമില്ല. എന്തെങ്കിലും സ്വീകാര്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമല്ല അള്ളാഹുവിന് ഒരു പുത്രനുണ്ട് എന്നത്. മറിച്ച് അവരുടെ കേവലമായ, അവരുടെ കൽപ്പിതമായ, മനസ്സിൽ അവര് ആലോചിച്ചുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള
ഒരു സംഗതി മാത്രമാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കൊരു ജ്ഞാനവും ഇത് സംബന്ധമായിട്ടില്ല. ഇനി വലാലി ആബാഇഹിം, അവരുടെ പ്രപിതാക്കന്മാർക്ക് പൂർവികർക്കുമില്ല ഇത് സംബന്ധമായ ഒരു അറിവും. അപ്പോ ഈ ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തില് മക്കയിലും ചുറ്റുപാടും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെങ്കിലും വ്യക്തതയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, മറിച്ച് അത് അവരുടെ പൂർവികരിൽ നിന്ന് അനന്തരം എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരുടെ പൈതൃകമായിട്ട് ഏറ്റുവാങ്ങിയ ഒരു സംഗതിയായിട്ടാണ് അവരത് ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആരിൽ നിന്നാണോ ഇവരിത് പകർന്നു വാങ്ങിയിട്ടുള്ളത്, അവർക്ക്, ആ പൂർവികർക്ക് ഇക്കാര്യത്തിൽ വല്ല അറിവുണ്ടോ? അവർക്കും അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അജ്ഞരാണ് അവരതിനെക്കുറിച്ച്. അവര് കേവലമായ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് അങ്ങനെ ഈ വിഷയത്തിൽ യാതൊരു അറിവുമില്ല. വലാലി ആബാഇ, അവരുടെ പ്രപിതാക്കന്മാരായ പൂർവികർക്കും, ആ പൂർവികരിൽ നിന്നാണല്ലോ ഇവര് ഈ ദൈവപുത്രൻ എന്ന ആശയമൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്, അവർക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഖബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അത് വളരെ കടുപ്പമുള്ളതാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു ഒരു സാധാരണ മനുഷ്യനെ പോലെ അള്ളാഹുവിനെ സങ്കല്പിച്ച് അവനൊരു പുത്രനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിന്റെ ദിവ്യത്വത്തെ വളരെയേറെ വില കുറച്ച് കാണുന്ന ഒരു നിലപാടാണ്. അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു കടുത്ത അക്രമമാണ്. അത് ഏറ്റവും കടുപ്പമുള്ള ദൈവനിന്ദയാണ് അത് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. കബുറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഈ കലിമത്തുണ്ടല്ലോ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ സമാനമായ അവരുടെ പറച്ചില്, അത് വലിയ കടുപ്പമുള്ള പറച്ചിലാണ്. അത് വലിയ കടുപ്പം കൂടിപ്പോയ ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഗൗരവമുള്ള, വളരെ കഠിനമായ, വളരെ ദൈവനിന്ദ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ യഖൂലൂന ഇല്ലാ കദിബ, ഈ യഖൂലൂന ഇല്ലാ കദിബ, കളവാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കളവല്ലാത്ത ഒന്നുമല്ല. ഈ യഖൂലൂന, അവര് പറയുന്നില്ല, ഇല്ലാ കദിബ, കളവല്ലാത്ത യാതൊന്നും. ഈ വിഷയത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല സംഗതികളും വ്യാജമായ പച്ചക്കള്ളമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നിട്ട് ആ ദൈവപുത്രന്റെ പിറവി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, സകല കാര്യങ്ങളിലും ആ ദൈവപുത്രന് ദിവ്യത്വത്തില് അള്ളാഹുവോടൊപ്പം പങ്കാളിത്തമുണ്ട് എന്ന് സങ്കല്പിച്ച് പറയുന്ന ഒരു രീതിയാണ് ക്രൈസ്തവ ലോകം പൂർണ്ണമായിട്ട് അവലംബിക്കുന്നതായി ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈസാ അലൈഹി ഇസ്ലാം അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാമിനോട് അമിതമായ ഭക്തി ആദരവുകൾ കാണിച്ചിരുന്ന, സ്നേഹാദരവുകൾ കാണിച്ചിരുന്ന പിന്മുറക്കാര് അവരുടെ മനസ്സിൽ കൽപ്പിച്ചുണ്ടാക്കിയ, മെനഞ്ഞുണ്ടാക്കിയ ഒരു ആശയം മാത്രമാണിത്. അത് വളരെ കടുത്ത ദൈവനിന്ദയാണ്. അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഈ വാക്ക് വളരെ കടുപ്പമേറിയതാണ്. കളവല്ലാത്ത യാതൊന്നും അവർ ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നാണ് അള്ളാഹു അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഈ യഖൂലൂന ഇല്ലാ കദിബ, കളവ് മാത്രമാണ് അവർ ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പച്ചക്കള്ളം മാത്രമാണത്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ഈ ദൈവപുത്രൻ എന്ന ആശയത്തെ ഇനി മനുഷ്യന് ബോധ്യപ്പെടാൻ വേണ്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഈ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്
ഈ കിതാബ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തൻസീലാണ് എന്ന് ബോധ്യപ്പെടുന്ന ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഈ വിഷയത്തിലുള്ള അവസാന തീർപ്പ് ഒരു അന്തിമമായ വിധിയാണ് ഈ പറയുന്ന കാര്യം. ഈ യഖൂലൂന ഇല്ലാ കദിബ, കള്ളമാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കള്ളമല്ലാത്ത യാതൊന്നുമല്ല എന്നാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അക്കാര്യത്തില് ആർക്കും ഒരു സംശയവും ഇനി അവശേഷിക്കേണ്ടതില്ല. യഹൂദര് ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലം, ഈസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഈസ അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മതം തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിത്യക്കാഴ്ചയാണ്. പക്ഷെ ഇത് കള്ളമാണ്, ഖയ്യിമല്ല എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ഭാഗികമായി ദൈവിക മതത്തെ പിന്തുടരുന്നവരാണ് എന്നത് പല കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവര് ഖയ്യിമായ ഒരു ആദർശത്തെ അല്ല പിന്തുടരുന്നത്, അത് ഇവജുള്ള ആദർശമാണ്. ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇവജില്ലാത്ത ഒരു ആദർശമാണ്, അത് ഖയ്യിമാണ്, അതിൽ കദിബില്ല. 3 വാക്കുകളാണ് ഇവിടെ അള്ളാഹു വിശുദ്ധ ഖുർആനെ വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ഇവജ്, മറ്റൊന്ന് ഖയ്യിമ്, വേറെ ഒന്ന് കദിബ്. ഇവജും കദിബുമായിട്ടുള്ളത് ഈ ആളുകൾ കൊണ്ട് നടക്കുന്ന സംഗതികളാണ്. ആ ആദർശങ്ങളിലാണ് വക്രതയും കള്ളവും അടങ്ങിയിട്ടുള്ളത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഖയ്യിമായ ഇവജില്ലാത്ത കദിബില്ലാത്ത ഒരു ആദർശമാണ്. വക്രതയില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യന് തെറ്റായ ദിശയിലേക്കോ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവതയിലേക്ക് ഒരാള് വിശ്വാസ പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ അയാള് സത്യം സ്വീകരിച്ച് ലക്ഷ്യം പ്രാപിക്കുമോ എന്നൊരു ചോദ്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നതാണ് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. കാരണം അത് സത്യമല്ല, സത്യമാർഗമല്ല അവര് സ്വീകരിക്കുന്നത്. അത് വികലമാക്കപ്പെട്ടു പോയ സത്യത്തിന്റെ മനുഷ്യരുടെ ഇടപെടലുകൾ നടന്നത് കാരണമായി നശിപ്പിക്കപ്പെട്ട ഒരു രൂപമാണ് ഇന്നത്. ആ വിധത്തിലുള്ളതാണ് അവര് പിന്തുടരുന്നത്. അപ്പൊ അത് ഇവജുള്ളതാണ്. എന്നാൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇവജില്ലാത്ത ദീനാണ്, ഇവജില്ലാത്ത ഖയ്യിമായ കെദിബ് അടങ്ങിയിട്ടുള്ളതല്ലാത്ത ദീനാണ്. ഈ കാര്യമാണ് ഇവിടെ വളരെ വ്യക്തതയോടുകൂടി അള്ളാഹു മനുഷ്യരാശിയെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്ന കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിരീക്ഷണം ഉണ്ടായതിനോട് പ്രതികരിക്കാം. നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ ഇത് ഇറ്റേണൽ പീസ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്ന ചോദ്യം അല്ലെങ്കിൽ നിരീക്ഷണമാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ കാണുന്നത് നബിയോട് നല്ല സമീപനമായിരുന്നു മക്കവാസികൾ പുലർത്തിയിരുന്നത്. നബിയുടെ വിശ്വാസം സ്വീകരിച്ചില്ല എന്നേ ഉള്ളൂ. എന്നാൽ തിരിച്ചോ, മക്കക്കാരുടെ വ്യാപാര സംഘങ്ങളെ കൊള്ളയടിച്ച് യുദ്ധത്തിൽ അവരെ കൊന്നൊടുക്കി അവരുടെ ആരാധനാലയം കൈയടക്കി, അങ്ങനെ എന്തെല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒന്നാമത്തെ കാര്യം. മക്കക്കാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം പ്രവാചകനാകുന്നത് വരെ ഏറ്റവും നല്ല നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ സംശയമൊന്നുമില്ല. മക്കക്കാർ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാനും എതിർപ്പ് കാണിക്കാനും ഒക്കെ വന്നത് അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വന്നപ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന വ്യക്തിയോട് അവർക്ക് വളരെ നല്ല ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. പക്ഷെ മുഹമ്മദ് നബി ആക്കുന്നത് ചരിത്രത്തില് അദ്ദേഹം നിർവഹിച്ച ആ ദൗത്യമാണ്. അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വന്നപ്പോൾ മാത്രമാണ് മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ ശത്രുവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ വകവരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിന്റെ സ്വാഭാവികമായ പരിണിത ഫലമാണ് മക്കക്കാരുമായി ഉണ്ടായ പ്രശ്നവും അദ്ദേഹം ഹിജ്റ ചെയ്യേണ്ടി വന്നതും അതിനെ തുടർന്ന് മക്കക്കാരോട്
പല ഘട്ടങ്ങളിലായിട്ട് പോരാടേണ്ടി വന്നതും മക്ക പിന്നീട് വിജയിച്ചടക്കുന്നതും പിന്നീട് ഈ ശത്രുക്കളായിരുന്ന ആളുകളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരായി മാറിയതൊക്കെ അതൊക്കെ ചരിത്രമാണ്. ഇതിൽ മുഹമ്മദ് എന്ന വ്യക്തിയോട് മക്കാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, നല്ല സമീപനമായിരുന്നു. അതിലാർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? പക്ഷെ മുഹമ്മദ് എന്ന പ്രവാചകൻ രംഗത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതില് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണല്ലോ. അപ്പോ അദ്ദേഹം വേണ്ടിയിരുന്നത് നിങ്ങൾ പറയുന്ന വിധത്തില് ഇബ്രാഹിം അലൈഹിസ്സലാം പുനർനിർമ്മിച്ച് ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ കഅബ വിഗ്രഹങ്ങളുടെ ആലയമാക്കി നിലനിർത്തുകയും എന്നിട്ട് അവിടെയുള്ള വിഗ്രഹാരാധനയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹ്യ ക്രമവും ഒക്കെ നിലനിന്നു പോവുകയും അള്ളാഹു ഏൽപ്പിച്ച സത്യം കുഴിച്ചു മൂടുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം വേണ്ടിയിരുന്നത്? നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു ശ്രമം നടത്തുന്നില്ല എന്നതാണ്. സത്യം ഈ വിഗ്രഹാരാധനയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണ് സത്യം എന്നത്? എങ്കിൽ അത് വെട്ടി തുറന്നു പറയൂ. വിഗ്രഹാരാധനയാണ് സത്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഏകദൈവാരാധനയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനും ഒക്കെ നിങ്ങൾക്ക് അസ്വീകാര്യമായിട്ട് മാറും. പക്ഷേ ബാക്കി മനുഷ്യ സമൂഹത്തിന് അങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടോ? എന്താണ് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന വിശ്വാസം? വിഗ്രഹാരാധനയാണോ? കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ലോഹം കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ച രൂപങ്ങള് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണോ മനുഷ്യന്? ഇത്രയുമേറെ വിശേഷ ബുദ്ധിയും കഴിവും ഒക്കെ നൽകപ്പെട്ട മനുഷ്യന് സ്വീകാര്യമായ വഴി? വിഡ്ഢികളായ ആളുകൾ മാത്രമേ അത് ചെയ്യുള്ളൂ. വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്, ആ ഒരു സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത്, അതൊക്കെ തന്നെ ചൂഷണത്തിനുള്ള നമ്പർ 1 വഴിയാണ്. കാരണം വിഗ്രഹങ്ങൾ എന്ത് തീരുമാനിക്കുന്നു, വിഗ്രഹങ്ങളുടെ ഇഷ്ടമേത് അനിഷ്ടമേത് എന്നതൊന്നും സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ വിഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ ചൂഷക സംഘം അങ്ങനെ നിലനിൽക്കും. ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊക്കെ. ഒരു രാജ്യം തന്നെ ആ വിധത്തില് വിഡ്ഢികളാക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതില് വിഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ടവും അവ ദൈവമാണോ എന്നതൊക്കെ അറിയാനൊക്കെയുള്ള ഒരു മാർഗവും മനുഷ്യന്റെ മുന്നിൽ അവശേഷിക്കുന്നില്ല. ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടും ബോധ്യപ്പെടുക അത് മഹാ അബദ്ധമാണ്, വിഡ്ഢിത്തമാണ് എന്നതാണ്. അത് ആലോചിച്ച് മനസ്സിലാക്കിയാണ് അക്കാര്യത്തിൽ മനുഷ്യന്റെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കക്കാരായ കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചു, അവരുടെ നാട് പിടിച്ചടക്കി, അവരുടെ ആരാധനാലയം കൈയടക്കി എന്നൊക്കെ പറയുന്നത് എന്നു മുതലാണ് അത് അവരുടെ ആരാധനാലയമായത് എന്നത് ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാം. മക്കയിലെ ആളുകള് എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി രംഗത്ത് വന്നപ്പോ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു എന്നതും, അദ്ദേഹത്തെ ജീവൻ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതും, സത്യവിശ്വാസികളായ ആളുകളെ എത്ര ഭീകരമായ വിധത്തിൽ അവര് ദ്രോഹിച്ചുകൊണ്ടിരുന്നു എന്നതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ അത് നിങ്ങൾക്ക് പരിശോധിച്ച് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും മക്കക്കാർക്കെതിരിൽ നടത്തിയ യുദ്ധങ്ങള്, അതില് സത്യത്തിന്റെ പക്ഷം ഏതായിരുന്നു, നീതിയുടെ പക്ഷം ഏതായിരുന്നു എന്നതൊക്കെ നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന അത്രയും തെളിമയോടുകൂടി രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.